Today we will see merge sorting data structures. We are already familiar with different other sorting techniques like bubble sort, insertion sort, selection sort and quick sort. And next one is merge sort. Merge sort is a sorting technique based on divide and conquer method. We are already familiar with this divide and conquer method when we discussed in quick sort. And it is developed by von Neumann for EDVAC, and it first divides the array into equal halves and then combine them in a sorted manner, and it is a recursive algorithm and it needs extra temporary array of same size. Okay, so what is merge sort? It is a divide and conquer sorting technique. Okay, ആരാണ് ഡെവലപ്പ് ചെയ്തത്? വോൺ ന്യൂമാൻ ആണ് ഡെവലപ്പ് ചെയ്തത് ഫോർ എഡ്വാക്ക്. എഡ്വാക്കിന് വേണ്ടിയിട്ട് വോൺ ന്യൂമാൻ ആണ് മേർജ് സോർട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് മേർജ് സോർട്ട് എന്ന് പറയുന്നത്? ഇറ്റ് ഡിവൈഡ്സ് ദ അറേ ഇൻ ടു ഈക്വൽ ഹാഫ്സ് ആൻഡ് ദെൻ കമ്പൈൻ ദം ഇൻ എ സോർട്ടഡ് മാനർ. അതായത് ഏത് അറേയാണോ നമുക്ക് സോർട്ട് ചെയ്യേണ്ടത് അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും, അതിനുശേഷം സോർട്ടഡ് മാനറിൽ തന്നെ കമ്പൈൻ ചെയ്യും. Okay, so here we are using a recursive algorithm, so we can say it's a recursive algorithm. ഇനി ഇതിൽ നമുക്ക് എക്സ്ട്രാ ടെമ്പററി സ്റ്റോറേജ് സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും കൂടി പറയാം, ഇറ്റ് ഈസ് നോട്ട് ഇൻ പ്ലേസ് സോർട്ടിംഗ് ടെക്നിക്. ഓക്കെ, then let's see what is divide and conquer. Suppose we have a problem of size n and we have to divide it into two sub problems. So we are dividing into two equal halves. Okay, a sub problem 1 of size n by 2 and a sub problem 2 of size n by 2, and we will recursively solve these problems and then we will compare the solutions to the original problem. So there are three things that we have to remember in the case of divide and conquer. What are they? Divide, conquer and combine. ഓക്കെ, അതായത് ഒരു n എന്നൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ n സൈസിലുള്ള പ്രോബ്ലത്തിന് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ സബ് പ്രോബ്ലംസിനെ നമ്മൾ റിക്കേഴ്സീവായിട്ട് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്തതിന് ശേഷം ആ സൊല്യൂഷൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ദ പ്രോബ്ലം ഇൻ ടു നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ്. പിന്നെന്താ? അതിനെ സോൾവ് ചെയ്യുക. അതായത് കോൺകർ ദ സബ് പ്രോബ്ലംസ് ബൈ സോൾവിങ് ദം റിക്കേഴ്സീവ്ലി. അതിനുശേഷം സോൾവ് ചെയ്തതിന് ശേഷം കമ്പൈൻ ചെയ്യും. ഓക്കെ, കമ്പൈൻ ദ സൊല്യൂഷൻസ് ടു ദി സബ് പ്രോബ്ലംസ് ഇൻ ടു ദ സൊല്യൂഷൻ ഫോർ ദി ഒറിജിനൽ പ്രോബ്ലം. ഓക്കെ, ഡിവൈഡ് ചെയ്യുക, conquer the subproblems by solving them recursively, then combine the solutions to the subproblems into a solution for the original problem. Then in merge sort, how it works? Let's see. Divide the n element sequence into two sublists of about half the size, that is n by 2. Then sort each of the two sublists recursively using merge sort, and then combine or merge the two sorted sublists back into one single sorted list. Okay, അപ്പോൾ merge sortൻ്റെ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? അതിനെ ആ n എലമെൻസിനെ നമ്മൾ ഈക്വൽ സൈസായിട്ട് n by 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരികയാണ്. അതിനുശേഷം റിക്കേഴ്സീവായിട്ട് മേർജ് സോർട്ട് യൂസ് ചെയ്തുകൊണ്ട് അതിനെ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിനെ മെർജ് ചെയ്യും. ഓക്കെ, കുറച്ചായിട്ട് മെർജ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യുക? അതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുക. ഒരു സിംഗിൾ സോർട്ടഡ് ലിസ്റ്റായിട്ട് നമുക്ക് റിസൾട്ടൻ്റ് ലിസ്റ്റ് കിട്ടും. ഓക്കെ, then we have an algorithm for merge sort. There are 3 steps. If it is only one element in the list, it is already sorted, so return. Else go to step 2. In step 2, we divide the list recursively into 2 halves until it can no more be divided. Merge the smaller list into
ന്യൂ ലിസ്റ്റ് ഇൻ സോർട്ടഡ് ഓർഡർ. ഓക്കെ, ഇപ്പോൾ ഒരൊറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അത് ഓൾറെഡി സോർട്ടഡ് ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് റിട്ടേൺ ചെയ്യാം. അതല്ലെങ്കിലോ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ദ ലിസ്റ്റ് റിക്കേഴ്സീവ്ലി ഇൻറ്റു 2 halves അണ്ടിൽ ഇറ്റ് ക്യാൻ നോ മോർ ബി ഡിവൈഡഡ്. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും വരെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ സ്മോളർ ലിസ്റ്റിനെ നമ്മൾ മെർജ് ചെയ്യുന്നു. സോർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു. സോ മെർജ് ദ സ്മോളർ ലിസ്റ്റ് ഇൻ ടു ന്യൂ ലിസ്റ്റ് ഇൻ സോർട്ടഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അൽഗോരിതം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെർജ് sort numbers, p, r. So we are sorting the array elements in numbers using merge sort. So here the first index is p and the last index is r, and we will check if p is less than r, then we will find q, that is equal to p plus r divided by 2. That is, we are equally dividing this into 2. Okay, that is why we are calculating p plus r divided by 2. Actually we are considering the floor value. What is mean by floor value? If 2.5 is the result, then we will take only 2, right? Only the floor value we will take. Okay, so that is floor. Then after finding the value q, we will recursively call the merge sort numbers, p, q, and merge sort numbers, q plus 1, r. Then after finding these merge sorts, we will merge using merge numbers, p, q, r. അപ്പോൾ ഇതിൽ നമ്മൾ n നമ്പേഴ്സിലെ അറേയെ നമ്മൾ മെർജ് ചെയ്യാണ്. അതിൽ p ആണ് ഫസ്റ്റ് ഇൻഡെക്സ്, r ആണ് ലാസ്റ്റ് ഇൻഡെക്സ്. ദെൻ വി വിൽ ചെക്ക് എന്താ p ഈസ് ലെസ് ദാൻ r ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് ട്രൂ ആവുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, q കാൽക്കുലേറ്റ് ചെയ്യും. q എന്ന് പറയുന്നത് p പ്ലസ് r ഡിവൈഡഡ് ബൈ 2. അതായത് p എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ 6 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കെന്താ 0, 1, 2, 3, 4, 5. ഓക്കെ, 0 plus 5 divided by 2. So what we will get? 2.5. Only 2 we will consider here. Okay, so q is equal to 2. And in that case, we will recursively call merge sort numbers, p, q. So numbers, p means 0, q means 2. So 0, 1, 2. So in that particular array that contains only 3 elements if the size is 6. Okay, then in the next case merge sort numbers, q plus 1, r. Here we got q is equal to 2. So 2 plus 1, that means 3. 3, 4 and 5. Okay, so 5 will be the value r. Then we will merge. In merge sort in merge we have 4 parameters: numbers, p, q, r. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെക്ക് ചെയ്തു p ലെസ് ദാൻ r ആണോ. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, q എന്ന വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. q കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p പ്ലസ് r ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ p പ്ലസ് r ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഇവിടെ ഇതാണ് അരയെങ്കിൽ ഈ ഫസ്റ്റ് ഇൻഡെക്സ് ആണ് p, ലാസ്റ്റ് ഇൻഡെക്സ് ആണ് r. ഓക്കെ, അപ്പം 0, 1, 2, 3 ഇങ്ങനെയാണ് എലമെൻറ്റ്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ q എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും വരിക, 0 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 3 divided by 2 is equal to 1.4. 1.4ൻ്റെ ഫ്ലോർ വാല്യൂ ആണ്. 1.5ൻ്റെ ഫ്ലോർ വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ 1 ആണ്. ഓക്കെ, അപ്പോൾ 0 മുതൽ 1 വരെ. അപ്പോൾ നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ക്യൂയുടെ വാല്യൂ കിട്ടി. എന്താണ്, 1 ആണ് ക്യൂയുടെ വാല്യൂ. നോ, പിന്നെ നമ്മൾ ഏതാ കോൾ ചെയ്യുന്നത്, merge sort of numbers, p, q. അപ്പോൾ 1 ആണ്. അപ്പോൾ ഇവിടെയാണ് 1 അല്ലേ. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണെന്ത് ക്യൂ ആണല്ലോ. അപ്പോൾ നമ്പർ 0 ഇത് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് പി ടു ക്യൂ വരെ മേഴ്ജ് സോർട്ടിൻ്റെ ഫസ്റ്റിൽ കോൾ ചെയ്യും. അതിനുശേഷം Q+1 മുതൽ R വരെ നമ്മുടെ സെക്കൻഡ്. അതായത് എന്താ, നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തത്. അതിനുശേഷം ആ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യും, മേർജ് ചെയ്യും. സോർട്ടഡ് ചെയ്തിട്ട് മേർജ് ചെയ്യും. ഓക്കെ. നൗ the key operations of the merge sort algorithm is the merging of two sorted sequences in the combined step. To perform the merging, we use an auxiliary procedure, merge of A, P, Q, R. Array and P, Q, R are indices numbering elements of the array such that P less than or equal to Q less than R. And the procedure assumes that the subarrays A of P to Q and A of Q+1 to R are in sorted order, and it merges them to form a single sorted subarray that replaces the current subarray. ഓക്കെ. അപ്പോൾ എന്താ മേർജിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി മേർജ് സോർട്ട് വെച്ച് നമ്മൾ എല്ലാം ഡിവൈഡ് ചെയ്ത് ഈ സിംഗിൾ എലമെൻറ്റ്സ് ആക്കി എടുക്കുക മാത്രമാണ് ചെയ്തത്. ഇനി അതിന് എന്ത് ചെയ്യണം, മേർജ് ചെയ്യണം. മേർജ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ മേർജ് ചെയ്യും, ആ ഓരോന്നിനെയും കമ്പൈൻ ചെയ്യുമ്പോൾ സോർട്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ മേർജ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള അൽഗോരിതമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മെർജ് ഓഫ് A, P, Q, R. ഓക്കെ. അല്ല N1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. N1 ഈസ് ഈക്വൽ ടു Q മൈനസ് P പ്ലസ് 1. ഓക്കെ. N2 എന്ന് പറയുന്നത് R മൈനസ് Q ആണ്. അപ്പം നേരത്തെ Q എന്ന് പറയുന്നത് 1 ആയിരുന്നു. 1 മൈനസ് 0 പ്ലസ് 1 എത്രയാണ്, 2 ആണ്. ഓക്കെ. N2 എന്ന് പറഞ്ഞാൽ എന്താ, R മൈനസ് Q. R എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 3 ആയിരുന്നു. Q എന്ന് പറയുന്നത് 1 ആയിരുന്നു. സോറി, 1 പ്ലസ് R എന്ന് പറയുന്നത് 3 ആയിരുന്നു. അപ്പോൾ 3 മൈനസ് 1 എത്രയാ, 2. ഓക്കെ. അപ്പോൾ N2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ N1ഉം N2ൻ്റെയും സൈസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. ദെൻ വി വിൽ ക്രിയേറ്റ് 2 അറേസ്. എന്തൊക്കെ അറേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ലെഫ്റ്റ് അറേയും ഒരു റൈറ്റ് അറേയും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് അറേ എന്ന് പറയുമ്പോൾ സൈസ് N1+1 ആയിരിക്കും. R2 റൈറ്റ് അറേ എന്ന് പറയുന്നത് 1 മുതൽ N2+1 വരെ. അതായത് ഒരു സൈസ് കൂടി അഡീഷണലായിട്ട് നമുക്ക് എവിടെ രണ്ടിലും എടുക്കുന്നുണ്ട്, ലെഫ്റ്റിലും എടുക്കുന്നുണ്ട് റൈറ്റിലും എടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ N1 N2 ഫസ്റ്റ് ഡിഫൈൻ ചെയ്തു. ഇനി ഈ 2 അറേസും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിനെക്കാട്ടിയും ഒരു എക്സ്ട്രാ മെമ്മറി സ്പേസ് കൂടി നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫോർ I is equal to 1 to n-1 do L of I is equal to A of P plus I minus 1. അതായത് L of I എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് അറേയാണ്. ആ ലെഫ്റ്റ് അറേയിൽ എടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ A എന്ന് പറയുന്ന അറേയിലെ ഫസ്റ്റത്തെ എലമെൻറ്റ്സ് ആണ്. ഓക്കെ. ആദ്യം P മുതൽ I-1 വരെയുള്ള ഫസ്റ്റത്തെ എലമെൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തതെന്ന് പറയുന്നതോ J is equal to 1 to n2. R of J എന്ന് പറയുന്നത് A of Q പ്ലസ് J ആണ്. ഓക്കെ. Q എന്ന് പറയുന്നത് എത്രയാണെന്ന് മനസ്സിലായി. അപ്പോൾ എത്രയാ, 1 ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് മുതലുള്ളതായിരിക്കും നമ്മൾ റൈറ്റ്. അതായത് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തതിലെ ആദ്യത്തെ ഹാഫ്സ് ലെഫ്റ്റ് സബ് അറേയിലും രണ്ടാമത്തെ ഹാഫ് റൈറ്റ് സബ് അറേയിലേക്ക് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. അതിനുശേഷം L of n1 plus 1 is equal to infinity. R of n2 plus 1 is equal to infinity. അതായത് നമുക്ക് N1ഉം N2ഉം ആണ് സൈസ്. നമ്മൾ ഒരു അഡീഷണലായിട്ട് ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു L1ലും R1ലും. അപ്പോൾ ഈ ലെഫ്റ്റ് സബ് അറേയിലും റൈറ്റ് സബ് അറേയിലും ഏറ്റവും ലാസ്റ്റുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. L of n1 plus 1ഉം R of n2 plus 1ഉം ഇൻഫിനിറ്റി ആയിട്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്താ, I is equal to 1, J is equal to 1. Then for K is equal to P to R, do if L of I less than or equal to R of J, then A of K is equal to L of I.
then I is equal to I plus 1. Else A of k is equal to R of j and j is equal to j plus 1. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മേഴ്ജ് സോർട്ടിൽ പോകുന്നത്. അതായത് നമ്മൾ രണ്ട് സബ് അറേ ആയിട്ട് കിട്ടി. ഇനി ഈ സബ് അറേ ഓരോന്നും നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സബ് അറേ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം അതിൽ ലാസ്റ്റ് എലമെൻറ്റ് നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട്, അതായത് 4 എലമെൻ്റ് ഉണ്ട്. ആ 4 എലമെൻറ്റിന് നമ്മൾ രണ്ട് എലമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു സബ് അറേയിൽ. ആ രണ്ട് എലമെൻറ്റിന് ശേഷം ഒരു ഇൻഫിനിറ്റി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ലെഫ്റ്റിലും റൈറ്റിലും. അതിന് ശേഷം ഒരു അഡീഷണലായിട്ട് ഒരു അറേ കൂടി നമുക്ക് മേഴ്ജ് സോർട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അഡീഷണലായിട്ട് വരുന്ന മേഴ്ജ് സോർട്ടിൻ്റെ അറേ നമ്മൾ കെ വെച്ച് കോൾ ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ലെഫ്റ്റിലെയും റൈറ്റിലെയും സബ് അറേസിലെ വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുക. ഏതാണോ ചെറുത് ആ ചെറിയ വാല്യൂവിനെ നമ്മൾ പുതിയ അറേയിലേക്ക് ഇടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യണം ഈ കൊടുത്തിരിക്കുന്ന സബ് അറേസ് രണ്ടും സോർട്ടഡ് ആണ്. ഓക്കെ, ആ സോർട്ടഡ് ആയതിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് അറേയിലേക്ക് കമ്പൈൻ ചെയ്തിട്ട് ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ അറേയിലെ ലെഫ്റ്റ് എലമെൻറ്റും രണ്ടാമത്തെ എലമെൻറ്റും എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ സോർട്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ റൈറ്റിലത്തെ അറേസും ഫുള്ളും സോർട്ടഡ് ആയിരിക്കും. പക്ഷേ അത് മൊത്തത്തിൽ നമുക്ക് സോർട്ടഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ലെഫ്റ്റ് അറേയിലെ 5 ആണെങ്കിൽ റൈറ്റ് അറേയിൽ ചിലപ്പോൾ 6 ഉണ്ടാവും. അപ്പം കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അത് അതുപോലെ എഴുതാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5ഉം 6ഉം തമ്മിൽ കമ്പയർ ചെയ്തു. ചെറുത് ഏതാണോ അത് നമ്മൾ റിസൾട്ടൻ്റ് അറേയിലേക്ക് ഇട്ടു. അതിനുശേഷം ഇവിടെ 10 ആണുള്ളത്, പക്ഷേ ഇവിടെ 6. അപ്പോൾ എന്ത് ചെയ്യും, ഈ 6 എടുത്തിട്ട് നമ്മൾ ഇടുക. അതിനുശേഷം വീണ്ടും കമ്പയർ ചെയ്യുക രണ്ട് ലിസ്റ്റും കൂടി. അതിൽ ഏതാണോ ചെറുത് അത് നമ്മുടെ റിസൾട്ടൻ്റ് അറേയിലേക്ക് ഇടും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഹൗ ഇറ്റ് വർക്ക്സ്. Merge sort first divides the whole array iteratively into equal halves until the atomic values are achieved. അപ്പോൾ ഇവിടെ we are dividing it into equal halves until the atomic values or single values are achieved. So here we have an array with 6 elements. So we have divided into 2 equal halves with size 3, 3. Then we again recursively call. So we will divide it into equal halves. Since it is 3 elements, we cannot equally divide. One will contain 2 elements and the other will contain only 1 element. Okay, so 2 1 2 1. Okay, again we will recursively call and we will divide it into 2, and we are repeating this until we are having only single values in each case. Okay, so 25 6 18 32 70 10 ഇങ്ങനെ സിംഗിൾ വാല്യൂ ആവുന്നത് വരെയും നമ്മൾ ആ അറേ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണോ നമുക്ക് കിട്ടിയ അറേ, ആ കിട്ടിയ അറേ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. വീണ്ടും ഡിവൈഡ് ചെയ്ത് ഓരോരോ എലമെൻ്റ് ആവുന്നത് വരെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ now we combine them in exactly the same manner as it was divided. First compare the elements for each list and then combine them into another list in a sorted manner. So as I told you before, we are dividing, then we will compare the elements for each list and we will take the least value from that list and we will put it into another list. So we are arranging the list in such a way that it is in an ascending order. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് ഇതിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്തതിന് ഫസ്റ്റ് കമ്പയർ ചെയ്യും. അതിൽ ഏതാണോ ചെറുത് ആ എലമെൻറ്റിനെ വെച്ചിട്ട് നമ്മൾ പുതിയൊരു അറേയിലേക്ക് വേറൊരു ലിസ്റ്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ രണ്ട് സബ് അറേസിനെയും കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 25ഉം 6ഉം തമ്മിൽ കമ്പയർ ചെയ്തു. ആൻഡ് 6 ഈസ് ദ സ്മോളർ വാല്യൂ, സോ we will take that one first. So 6 and 25 we have swapped here, right? Then 8. ഇവിടെ നമ്മൾ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ സെയിം ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 25ഉം 6ഉം തമ്മിൽ കമ്പൈൻ ചെയ്യുക. 8 32ഉം 70ഉം. അപ്പം 32ഉം 70ഉം വി ആർ ദാറ്റ് ആർ ഓൾ എന്താണ് ഓൾറെഡി ഇൻ ഓർഡർ. സോ there is no need of any swapping.
അപ്പോൾ അവിടെ നമുക്ക് സിമ്പിളായിട്ട് അതുപോലെ തന്നെ എഴുതാം 32 70 then 10. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഈ 25 6ഉം 18 തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യുക. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു കമ്പയർ 6 and 18. സോ 6 is the smaller one, so we put 6 in the new list. Then 25 and 18, so we will consider 18 next. So we put 18 into the list, then 25. Okay, അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിലും 32 70 എന്ന് പറയുന്നതാണ് ഒരു ലിസ്റ്റ്. അതിൽ ആ 2 എലമെൻറ്റ്സ് എന്താണ്, സോർട്ടഡ് ആണല്ലോ. അതും ഈ 10ഉമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. സോ 10 ആദ്യം വരും, അതിനുശേഷം 32 വരും, 70 വരും. ഇപ്പം നമുക്ക് 2 ലിസ്റ്റ് കിട്ടി. ഈ 2 ലിസ്റ്റിലെയും ലെഫ്റ്റ് അറേ റൈറ്റ് അറേ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ ലെഫ്റ്റ് അറേ എന്ന് പറയുന്നത് സോർട്ടഡ് ആണ്. കാരണം 6 18 25 ആണ്. അതൊരു സോർട്ടഡ് ഓർഡറിലാണ്. കാരണം നമ്മൾ ഫസ്റ്റ് മുതലേ സോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് അറേയും ഓൾസോ ഇൻ എ സോർട്ടഡ് ഓർഡർ 10 32 70. So we have to combine these two sub-arrays into a new list, and you will check how it works. Okay, so 6. So this is left sub-array and this is right sub-array. Okay, then this is a new array A, and here we will consider this I, J and K. Okay, so I is equal to 1, J is equal to 1 and K is equal to 1. Okay, so L of I and R of J will compare. So if L of I is less than R of J, then we will take L of I. Okay, so L of I is less than R of J. അപ്പോൾ ഈ ഒരു കേസിൽ എന്താ ചെയ്തത്, L of Iയും R of Jയും ആണ് നമ്മൾ കമ്പയർ ചെയ്തത്. ആ L of Iയും R of Jയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഏത് നമ്മൾ ആദ്യം എടുത്തു, L of I ഉള്ളത് ഫസ്റ്റ് എടുത്തു. അതെടുത്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ്, അതായത് A എന്ന് പറയുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റിലേക്ക് നമ്മൾ ഏതിട്ടു, ഈ 6 ഇട്ടു. 6 ഇട്ടതിന് ശേഷം ഇത് I ആണ്, ഇത് K ആണ്. അപ്പോൾ K ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം, അതുപോലെ തന്നെ I ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം. J ഇപ്പോഴും ഇവിടെ തന്നെയാണുള്ളത്. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും L of Iയും R of Jയും. അപ്പം ഇപ്പോൾ L of I എന്ന് പറയുന്നത് 18 ആണ്, R of J എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഏതാണ് ചെറുത്, 10 ആണ് ചെറുത്. അപ്പം A of K എന്ന് പറയുന്നത് ഏതായിട്ട് വരും, A of K എന്ന് പറയുന്നത് R of J ആയിട്ട് വരും. ഓക്കെ, അത് നമ്മൾ ആ ഒരു രീതിയിൽ ഇക്വേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ 10 നമുക്ക് ഇവിടത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ J ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത എലമെൻറ്റ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും K ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം. അപ്പം Kയും ഇൻക്രിമെൻ്റ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ Jയുടെ വാല്യൂ 32 ആണ്, ഐയുടെ വാല്യൂ 18 ആണ്. അപ്പോൾ 18ഉം 32ഉം തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ഏതാണ് ചെറുത്, 18. അപ്പോൾ 18 നമ്മുടെ ഈ ലിസ്റ്റിലേക്ക് ഇട്ടു, ഐ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു, അതുപോലെ തന്നെ K ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം 25ഉം 32ഉം ആണുള്ളത്. 25ഉം 32ഉം വരുന്ന സമയത്ത് 32 ആണ് ചെറുത്. അപ്പോൾ 32 നമ്മൾ ഈ ലിസ്റ്റിലേക്ക് ഇട്ടു. അതിനുശേഷം ഇവിടെ എലമെൻറ്റ്സ് ഒന്നുമില്ല, K ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അൽഗോരിതം പറയുന്ന സമയത്ത് ഇവിടെ L of n1 + 1 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നമ്മളൊരു ഇൻഫിനിറ്റി വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫിനിറ്റി വാല്യൂ ആയിട്ടായിരിക്കും ഏത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, 32 ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റിയും 32ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് 32 ആണ് ചെറുത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഈ വാല്യൂ കൂടി അവിടെ പ്ലേസ് ചെയ്യാനാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഇൻഫിനിറ്റി കൺസിഡർ ചെയ്തത്. അതിന് ശേഷം ഈ 32 ശേഷം നമ്മൾ J ഇൻക്രിമെൻ്റ് ചെയ്യും, Kയും ഇൻക്രിമെൻ്റ് ചെയ്യും. ദെൻ 70യും ഇൻഫിനിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി, 17 ആണ് ചെറുത്. കാരണം ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രേറ്റർ വാല്യൂ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ 70 ആണ്
ചെറുത്. അപ്പോൾ 17 നമുക്ക് എയിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേർജ് സോർട്ടിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സോർട്ടഡ് ലിസ്റ്റ് കിട്ടി. Okay, here we have another example: 38, 27, 43, 3, 9, 82 and 10. So we are just dividing this into two equal halves. Then again we are doing the same thing until we are getting the atomic values. So we have reached here. Okay, then we are going to merge. So 27 and 18, we start comparing each one. So 27 and 38, so we sort and we combine it. Okay, 27 and 38. Again in the case of 43 and 3, we sorted the list, then we combined 9 and 82 and 10. Okay, again we are going to combine 27 and 3. So we will compare 27 and 3. So 3 is the smaller one, so we will place 3 first, then 43 and 27 will compare. So 27 will come first, then we will compare 38 and 43. So 38 will come first, then 43. Okay, in the case of next subarray, 9 will come first, then 10, then 82. Okay, then in the final list, the resultant array will be like 3, 9, 10, 27, 38, 43 and 82. So this is a resultant array after merge sort. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു, അതിനുശേഷം അതിനെ സോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിന് സിംഗിൾ ആവുന്നത് വരെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്തത് അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ 38ഉം 27 കൂടി വരുമ്പോൾ ആദ്യം ഏതാ വരിക? 27 വരിക. അപ്പോൾ 27 38ഉം, അതിനുശേഷം വരുന്നത് 43യും 3 ആണ്. അതിന് നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ട് വേണം കമ്പൈൻ ചെയ്യാൻ. അപ്പോൾ ഇവിടെയും 3യും 43 ആക്കിയിട്ട് നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ഓരോന്നും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ 9, 82, then 10. വീണ്ടും അപ്പോൾ ഈ ഓരോ ലിസ്റ്റും നിങ്ങൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ലിസ്റ്റ് എല്ലാം എന്ത് തന്നെയാണ്? സോർട്ടഡ് ആണ്. ഓക്കെ, അതിനെ വീണ്ടും ആ സബ് ലിസ്റ്റിനെയും രണ്ടാമത്തെ സബ് ലിസ്റ്റിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ വീണ്ടും നമ്മൾ കമ്പാരിസൺ വേണ്ടി വരും. അപ്പോൾ ആ കമ്പാരിസൺ ചെയ്തുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3, 27 ഏതാണോ ചെറുതായിട്ട് വരുന്നത് അതിനെ ആദ്യം സെലക്ട് ചെയ്യുക. സെക്കൻഡിനെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ഇടുക, നമ്മുടെ റിസൾട്ടിൻ്റെ അറയിലേക്ക് ഇടുക. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് അറേ 9, then 10, then 82. ഇനി ഈ രണ്ട് സബ് അറേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളെ റിസൾട്ടിൻ്റെ അറയിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് merge sort എന്ന് പറയുന്നത്. Then analysis. We start with subproblems of size n and repeatedly half until we get down to subproblems of size 1. If there are n levels, L is equal to log base 2 n plus 1. So for example, if n is equal to 8, then log 2 base n plus 1 is equal to 4. Okay, so the tree has 4 levels. N is equal to 8, 4, 2, 1. So the total time for merge sort then is Cn log base 2 n plus 1, and the running time is big of n log n. Okay, here each case we are to divide these n elements, and in each level we have n elements, right? And in order to find out the levels, we can use the equation log 2 to the base n plus 1. For example, if we have n elements in the list, then we will have 4 levels. Okay, n is equal to 8 in the first list, 8, 4, 2, 1. So log 2 base n plus 1 will be the levels, and in each level we have n elements. That is why we are saying the running time is
ബിഗ് ഓഫ് എൻ ലോഗ് എൻ. അതായത് ഒരു സബ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് എൻ ആണ് അതിൻ്റെ സൈസ് എങ്കിൽ ആ എൻ എന്ന് പറയുന്ന സൈസിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അതിൽ ഒരു ട്രീ സ്ട്രക്ചറാണ് വരിക. അപ്പോൾ ഈ ഒരു ട്രീ സ്ട്രക്ചറിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും ഓരോ ലെവലിലും? സെയിം എലമെൻറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2n/2 ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്മൾ എടുക്കുന്ന സമയത്ത് എത്ര തന്നെയാണുള്ളത്? n തന്നെയാണുള്ളത്. അതുപോലെ അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ n/4 ആയിട്ട് വരും. ഈ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4n/4 കിട്ടും. ഈ 4n/4 എന്ന് പറയുന്നത് ഇൻ എഫക്റ്റ് എന്ത് തന്നെയാണ്? n തന്നെയാണ്. അപ്പോൾ ഓരോ ലെവലിലും n എലമെൻറ്റ്സ് ഉണ്ട്. മാത്രമല്ല ഈ ഓരോ ലെവലിൻ്റെ കേസിൽ നമുക്ക് എത്ര ലെവൽ ഉണ്ടെന്ന് എങ്ങനെ പറയാം? log ബേസ് 2 n+1 ആണ് അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പം 8 ആണ് നമ്മുടെ സൈസ് എങ്കിൽ നമുക്കത് എങ്ങനെ എഴുതാം? log ബേസ് 2 8 + 1. അപ്പോൾ 8 എന്ന് പറയുന്നത് നമുക്ക് 2⁻³ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് log 2⁻³ + 1. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരിക. കാരണം 2⁻³ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 8 ആണ്. അപ്പം ഇതിൻ്റെ ഇക്വേഷൻ പ്രകാരം നമുക്കിതിനെ 3 log 2 + 1 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, log ബേസ് 2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പം നമുക്ക് ടോട്ടൽ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ സൈസ് 8 ആണെങ്കിൽ അതിന് എത്ര ലെവൽസ് ഉണ്ടായിരിക്കും? 4 ലെവൽസ് ഉണ്ടായിരിക്കും. അപ്പം n ആണ് നമ്മുടെ സൈസ് എങ്കിൽ log ബേസ് 2 n+1 ലെവൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഓരോ ലെവലിലും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ n എലമെൻസിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയണം? n log n ആണ് അതിൻ്റെ റണ്ണിങ് ടൈം എന്ന് പറയണം. ഓക്കെ, കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് തന്നെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സെയിം എലമെൻസിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം n log n വേഴ്സ്റ്റ് കേസ് ആയാലും ബെസ്റ്റ് കേസ് ആയാലും ആവറേജ് കേസ് ആയാലും മേർജ് സോർട്ടിൻ്റെ കേസിൽ എന്ത് തന്നെയാണ് വരുന്നത്? n log n ആണ് വരുന്നത്. ഓക്കെ, so when we compare these algorithms, bubble sort, insertion sort, selection sort, merge sort and quick sort, we can see there are 3 cases: best case, average case and worst case. So in bubble sort the best case is big O of n and the average case and worst case are big O of n square. Okay, and in the case of insertion sort it is also the same case: big O of n, big O of n square and big O of n square. And in the case of selection sort, both best case and worst case are same, that is big O of n square. And in merge sort, as I told you before, the best case, worst case and average case is same, that means big O of n log n. Okay, so in the quick sort the best case is big O of n log n, but the worst case is big O of n square. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് അൽഗോരിതംസിൽ വരുന്ന റണ്ണിങ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബെസ്റ്റ് കേസ് എന്ന് പറയുന്നതാണ് ബബിൾ സോർട്ടിൽ ബിഗ് ഓഫ് എൻ. പക്ഷെ നമ്മൾ ഓരോന്നിലും നമ്മൾ കൺസിഡർ ചെയ്യുക എപ്പോഴും അതിൻ്റെ വേഴ്സ്റ്റ് കേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബബിൾ സോർട്ടിൻ്റെ കേസിൽ ബിഗ് ഓഫ് n സ്ക്വയർ ആണ്. ഇൻസെർഷൻ സോർട്ട് ആയിക്കോട്ടെ, സെലക്ഷൻ സോർട്ട് ആയിക്കോട്ടെ, ക്വിക്ക് സോർട്ട് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം വേഴ്സ്റ്റ് കേസിലെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഏത് തന്നെയാണ്? മെർജ് സോർട്ടാണ്. ഓക്കെ, അപ്പം ഈ 5 സോർട്ടിങ് ടെക്നിക്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക മെർജ് സോർട്ട് ആയിരിക്കും. ഓക്കെ, കാരണം അതിന് n log n ടൈം മാത്രമാണ്. ഇനി ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും മെർജ് സോർട്ടിൻ്റെ കേസിൽ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log n ആയിരിക്കും. പക്ഷെ ബാക്കി എല്ലാ കേസിലും എത്രയാണോ സൈസ് അതിൻ്റെ ഡബിളാണ് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതായത് n ആണെങ്കിൽ ബിഗ് ഓഫ് n സ്ക്വയർ ആണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സോർട്ടിങ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മേഴ്ജ് സോർട്ടിൻ്റെ കേസിൽ മേഴ്ജ് സോർട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വോൺ ന്യൂമാൻ ആണ്. അത് നോട്ട് ഇൻ പ്ലേസ് സോർട്ടിങ് മെത്തേഡ്, ഇതൊരു ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യും, അതിനുശേഷം സോൾവ് ചെയ്യും, സോൾവ് ചെയ്തതിന് ശേഷം അതിനെ കമ്പൈൻ ചെയ്യും. അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് ഒരു മേഴ്ജ് സോർട്ടിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിനെ ഏത് അറേയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്, സോർട്ട് ചെയ്യേണ്ടത്, അതിനെ ഫസ്റ്റ് ഡിവൈഡ് ചെയ്യും, അതിനുശേഷം സോർട്ട് ചെയ്ത് കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പം ഇതാണൊരു സോർട്ടിങ് ടെക്നിക്കിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പറഞ്ഞത്. കാരണം ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log n ആണ്. എത്ര എലമെൻറ്റ്സ് എങ്ങനെ അറേഞ്ച് ചെയ്തതാണെങ്കിൽ കൂടി നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ചെയ്ത് വരുന്ന കൊണ്ട് തന്നെ നമുക്കത് ഒരു ട്രീ സ്ട്രക്ചർ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഓരോ ലെവലിൻ്റെയും കേസ് പറയുമ്പോൾ അതിൻ്റെ ലെവൽ നമുക്ക് log n ബേസിലാണ് പറയുന്നത്. അപ്പം log n ആണ് വരിക. അപ്പോൾ ഓരോ ലെവലിലും n എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റണ്ണിങ് ടൈം കോംപ്ലക്സിറ്റി പറയുന്നത് n log n ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് merge sort. Thank you.